ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് വേർ നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് വലിയൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും അത് എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് അറിയുന്നത് ഈ പോർഷൻ ആണ്. ഓക്കെ, ഞാൻ ആദ്യം അൽഗോരിതം പറയുന്ന സമയത്ത് പറഞ്ഞിരുന്നു നമുക്ക് 3 രീതിയിലുള്ള ഫ്ലോസ് ആണ് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ളത്. ഓക്കെ, അതായത് നമുക്ക് സീക്വൻസ് ടൈപ്പ് ഉണ്ട്, സെലക്ഷൻ ടൈപ്പ് ഉണ്ട്, ലൂപ്പ് ഉണ്ട്. സീക്വൻഷ്യൽ പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഒരു റെസിപ്പി ബുക്ക് ചിന്തിക്കുകയാണെങ്കിൽ അതിൽ നമുക്കൊരു ഫ്ലോ ഉണ്ടാവും. അതായത് സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2 എല്ലാത്തിനും സ്റ്റെപ്പുകൾ ഉണ്ടാവും. അതായത് അത് ഫോളോ ചെയ്യുന്ന ഒരു സീക്വൻഷ്യൽ രീതിയിലായിരിക്കും. ഇപ്പൊ അതിനൊരു സിമ്പിൾ നിങ്ങൾ കണ്ടോ, ഒരു ഇമേജ് കണ്ടോ, സീക്വൻഷ്യലി അവർക്ക് തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. സെലക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് സെലക്ട് ചെയ്യാണ്. ഇപ്പൊ ഞാനിപ്പോ റെഡ് ഓർ ബ്ലൂ, ഗ്രീൻ ഓർ ബ്ലാക്ക് എന്ന് നമ്മളൊരു കമ്പാരിസൺ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ, ഒരു ഡിസിഷൻ ഉണ്ടാവും. നമുക്ക് ആ ഡിസിഷൻ എടുത്തേ പറ്റൂ. അതിൽ ഡിസിഷനിൽ എസ് ഓർനോ വരാം, അങ്ങനത്തെ കേസുകൾ വരാം. ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ നമുക്ക് ആലോചിക്കാവുന്നത് ഇപ്പൊ ഒരു യൂട്യൂബിൽ പാട്ട് കേൾക്കുകയാണ്. പാട്ട് നമ്മളൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇറ്റ് വിൽ കണ്ടിന്യൂ ആഫ്റ്റർ സം ടൈം, റൈറ്റ്? അത് ആ ഒരു പാട്ട് തീരുന്നവരെ അത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ഇടയിൽ ആഡ്സ് വരാം, പക്ഷെ എന്നാലും ഇറ്റ് വിൽ കണ്ടിന്യൂ ദ പ്രോസസ്. അങ്ങനെ ഒരു സാധനം റിപ്പീറ്റേറ്റീവ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ അതിനെ വിളിക്കുന്നത് ഐട്രേഷൻ എന്നാണ്. ഐട്രേഷൻ അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മുടെ പ്രോഗ്രാമിൽ ഇത് എങ്ങനെ ചെയ്യും? ഇപ്പൊ നമ്മൾ ഓരോ ബേസിസ് ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു വരികയായിരുന്നു അല്ലെ. നമ്മൾ ആദ്യം പറഞ്ഞു എങ്ങനെ ഒരു വാല്യൂ സ്റ്റോർ ചെയ്യും, അതാണ് വാരിയബിൾ. എങ്ങനെ നമ്മൾ അതിന് പേര് കൊടുക്കും, അതാണ് ഐഡന്റിഫയർ. എന്തൊക്കെ ടൈപ്പ് വാല്യൂസ് നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരാം, അത് ഡാറ്റ ടൈപ്പ് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു അത്രയും ഒരു വാല്യൂ കിട്ടിയാൽ നമ്മൾ എങ്ങനെ അത് ഓപ്പറേഷൻസ് ചെയ്യും എന്നുള്ളത് നമ്മൾ ഓപ്പറേറ്റേഴ്സിനെ വെച്ച് കുറിച്ച് പറഞ്ഞു അല്ലെ. ഇനി നമുക്ക് എന്താ അറിയേണ്ടത്? ഇത്രയും സാധനങ്ങൾ പഠിച്ച ശേഷം നമ്മൾ ഇത് എങ്ങനെ പ്രോസസ് ചെയ്യുന്നു. ഇപ്പൊ ഇൻപുട്ട് ചെയ്യാൻ സാധനങ്ങൾ കിട്ടി, നമുക്ക് ചെയ്യാനുള്ള പ്രോസസ്സിന് കുറച്ച് ഐഡിയ കിട്ടി. പക്ഷെ ഇത് എന്ത് ടൈപ്പ് പ്രോഗ്രാം ആണെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഈ 3 ബേസിസിലായിരിക്കും. അപ്പൊ ആഡ് ടു നമ്പേഴ്സിൽ നമുക്ക് ചിന്തിക്കാം. അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഡിസിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ആകെ നമുക്ക് 2 നമ്പേഴ്സ് കിട്ടുക, ആഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ടു ചെക്ക് റൈറ്റ് എ പ്രോഗ്രാം ടു ചെക്ക് വെദർ ദ യൂസർ ഇസ് എലിജിബിൾ ടു വോട്ട് എന്നൊരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കാം. അവിടെ നമുക്ക് കണ്ടീഷൻ ഉണ്ട്. എലിജിബിൾ ടു വോട്ട് ആണോ, അത് വോട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് കണ്ടീഷൻ അവിടെ അല്ലെ. അപ്പൊ നമുക്ക് എന്തൊക്കെ അറിയണം? ഏജ് അറിയണം. ഏജ് അറിഞ്ഞു കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് ചെക്ക് ചെയ്യണം എന്ത് ഏജ് ഈക്വൽ ടു 18 ആണോ. ആണെങ്കിൽ നമുക്ക് പറയാം അയാൾ എലിജിബിൾ ആണ്, അല്ലാന്നുണ്ടെങ്കിലോ അല്ല. അപ്പൊ ഇതേപോലത്തെ കേസുകൾ വരുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ യൂസ് ചെയ്യാറ്? ഈഫ് അല്ലെ. അതന്നെ ഇവിടെ യൂസ് ചെയ്യാം. സെലക്ഷൻസ് പ്രത്യേകമായിട്ട് ചെയ്യുമ്പോൾ ഈഫ് എന്നുള്ള കോൺസെപ്റ്റ് ആണ് വർക്ക് ആവുക. ഓക്കെ, ഈഫില് കുറെ ഉണ്ട്. ഈഫ്, ഈഫ് എൽസ്, ഈ നെസ്റ്റഡ് ഈഫ്, ഈഫ് എൽസ്, ഈഫ് എൽസ്, ഈഫ് എൽസ്, അത് ഈഫ് എൽസ് ലാഡർ എന്നും വിളിക്കും. അതാണ് മെയിൻ. പക്ഷെ ഞാൻ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പറഞ്ഞു തരുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആകെ ഈഫ് എൽസും ഈഫ് എൽസ് ഈഫ് ലാഡറും ആണ്. ഓക്കെ, എന്തുകൊണ്ടാ വെച്ചാൽ നമ്മൾ മിക്കതും ചെയ്യുന്നത് ആ രീതി വെച്ചിട്ടായിരിക്കും. നോർമൽ ആയിട്ടുള്ള ഈഫ് അങ്ങനെ യൂസ് ചെയ്യൽ കമ്മിയാണ്. നമുക്കൊരു ഏതൊരു കണ്ടീഷനും ഒരു എസും നോയും ഉണ്ടാവും. എസ് മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് ഈഫ് യൂസ് ചെയ്യുന്നത്. എൽസ് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? അല്ലെങ്കിൽ എന്നുള്ള കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഈഫ് എൽസിന്റെ സിന്റാക്സ് ഇത് നിങ്ങളുടെ മുന്നിൽ കിടക്കുന്നുണ്ട്. ഒരു കണ്ടീഷൻ ഒരു ട്രൂ ഉണ്ട്, ഒരു ഫാൾസും ഉണ്ട്. ട്രൂ ആണെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്, ഫാൾസ് ആണെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ തന്നെ എടുക്കാം നമുക്ക്. അപ്പൊ ഇതിന്റെ സിന്റാക്സ് ഇത്രയും ആലോചിച്ചാൽ മതി. ഈഫ് ഒരു കണ്ടീഷൻ ഉണ്ടാവും, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഉള്ളിലേക്ക് എഴുതാൻ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, അത് നമ്മൾ കേർലി ബ്രേസസിൽ എഴുതുന്നു. എൽസ് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതാണ് സിന്റാക്സ്. പഠിക്കാൻ എത്ര ബുദ്ധിമുട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നതാണ് സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഒരു ടൈപ്പ്. ഒരു വേയിൽ നമുക്ക് എഴുതാൻ പറ്റും ഇങ്ങനെയാണ്. ഓക്കെ, അടുത്തത് ഞാൻ പറയുന്നു ഡയറക്റ്റ് ആയിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഡയറക്റ്റ് ആയിട്ട് നെസ്റ്റഡ് ഈഫിക്ക് ഒന്നും പോകുന്നില്ല. അത് മേ ബി കൺഫ്യൂഷൻ ആവാം, അതുകൊണ്ടാണ് പറയുന്നത്. ഇത്രയും മാത്രം ചിന്തിക്കുക. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാനുള്ളൂ. യു ക്യാൻ ഡയറക്ട്ലി ബ്ലൈൻഡ്ലി ഗോ ആൻഡ് ഡു ഈഫ് എൽസ്. പക്ഷെ മോർ ദാൻ 1 കണ്ടീഷൻ ഉണ്ട്. എനിക്കിപ്പോ ഒരു സ്റ്റുഡന്റിന്റെ ഗ്രേഡ് കണ്ടുപിടിക്കണം. ഗ്രേഡ് ഒരിക്കലും നമുക്ക് 2 വാല്യൂ വെച്ചിട്ട് ഗ്രേറ്റർ ദാൻ 90 ആണെങ്കിൽ എ പറയാം, ബാക്കിയൊക്കെ ബി ആന്ന് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് ഓരോ റേഞ്ച് ഓഫ് വാല്യൂസ് വേണം. അങ്ങനത്തെ കേസുകളിൽ ഇഫ് മോർ ദാൻ 1 കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലൈൻഡ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈഫ് എൽസ് ഈഫ് പഠിക്കാം അല്ലെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ഈഫ് എൽസ് ഈഫ് ലാഡർ എന്ന് ഉദ്ദേശിച്ചിട്ട് എന്താണ്? ഈഫ് ഒരു കണ്ടീഷൻ ഉണ്ട്, ആ കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ എന്തുണ്ട്? എൽസീഫ് ഉണ്ട്. എൽസീഫിൽ നമ്മൾ എഗെയിൻ ഒരു കണ്ടീഷൻ കൊടുക്കണം. ആ കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ്. അതും അല്ലെങ്കിലോ വേറൊരു കണ്ടീഷൻ എഴുതാം. വേറൊരു കണ്ടീഷൻ നോക്കുന്നു, ആ കണ്ടീഷൻ തെറ്റി. പറഞ്ഞ എല്ലാ കണ്ടീഷനും തെറ്റിക്കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്നതാണ് എൽസ് പാർട്ട്. അപ്പൊ ഇങ്ങനെയാണ് ഈഫ് എൽസ് ഈഫ് ലാഡർ വർക്ക് ചെയ്യുന്നത്. അതായത് മോർ ദാൻ 1 കണ്ടീഷൻസുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലൈൻഡ്ലി ഗോ ഫോർ ഈഫ് എൽസ് ഈഫ് ലാഡർ.
അപ്പൊ നമുക്ക് എന്താ ഈ LCF എത്ര പ്രാവശ്യം വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഇത് സിൻടാക്സ് എഴുതുമ്പോൾ ഞാൻ 2 കൊടുത്തു, ഇതിൽ 2 ഉള്ളൂ. ദാറ്റ് ഡസന്റ് മീൻ എപ്പോഴും 2 ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ പ്രോഗ്രാമിനനുസരിച്ച് ഇത് വലുതാക്കുക ചെറുതാക്കുക ചെയ്യാം. ഇതൊരു ലാഡർ പോലെയാണ്, ഒരു എക്സ്റ്റൻഷൻ ഉള്ള ലാഡറാന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വലുതാക്കാനും ചെറുതാക്കാനും നിങ്ങൾക്ക് പറ്റും. മനസ്സിലായോ? അങ്ങനെയാണ് ചെയ്യുക. ഇനി അടുത്തത് സെലക്ഷനിൽ അപ്പൊ നമ്മൾ ഈഫെൽസും പറഞ്ഞു, ഈഫെൽസീഫും പറഞ്ഞു. ഇനി നിങ്ങൾക്ക് സെലക്ഷനിൽ വേറൊരു സാധനം വരും, സ്വിച്ച്. ചില സമയത്ത് ഇതൊരു എന്താ പറയാ, ഒരു ഡിഫറൻസ് ആയിട്ടും ചോദിക്കാറുണ്ട് കേട്ടോ. സ്വിച്ച് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുള്ളത് ഈഫെൽസീഫിന്റെ ഒരു എക്സ്റ്റൻഡഡ് വേർഷൻ ആണ്, പക്ഷെ ഇത്തിരി ഡിഫറെന്റ് ആണ്. നമുക്കിപ്പോ ഒരു പ്രത്യേക തരം ഒരു ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഒരു കാൽക്കുലേറ്റർ പ്രോഗ്രാം ചെയ്യാനാണെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്കാണ് നമ്മൾ സ്വിച്ച് യൂസ് ചെയ്യുക. സ്വിച്ചിലും ഒരു കീവേഡ് ഉണ്ട്, സ്വിച്ച് എന്നാണ് പേര്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടീഷൻസോ എക്സ്പ്രഷൻസോ ആഡ് ചെയ്യാം. അതിന് മാച്ചിങ് ആയിട്ടുള്ള കേസുകളാണ് നമ്മൾ കേസ് 1, കേസ് 2, കേസ് 3 എന്ന് പറഞ്ഞ് കൊടുക്കുക. അതിന്റെ സിൻടാക്സ് ഇച്ചിരി ഡിഫറെന്റ് ആണ് കേട്ടോ. കേസ് അതിന്റെ മാച്ചിങ് വാല്യൂ, കോളൻ അതിന്റെ സ്റ്റേറ്റ്മെന്റ്, ബ്രേക്ക്. ഈ ബ്രേക്ക് ഇതിൽ എഴുതിയിട്ടില്ല, പക്ഷെ ബ്രേക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ എന്താ വെച്ചാൽ കണ്ടീഷൻ മാച്ച് ചെയ്ത് നമ്മൾ അവിടുന്ന് പുറത്ത് കടന്നു, ബ്രേക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ. അതുപോലെ ഈ കേസുകൾ എത്ര വേണമെങ്കിൽ വരാതെ നിങ്ങളുടെ പ്രോഗ്രാമിന്റെ ലോജിക്കിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇതൊന്നും നടന്നില്ലെങ്കിൽ എന്നുള്ളത് ഈഫെൽസീഫിൽ എന്തായിരുന്നു, എൽസ് പാർട്ട് ആയിട്ട്. അതിനു വേണ്ടി സ്വിച്ചിൽ നമുക്ക് കൊടുത്തിരിക്കുന്ന കീവേഡ് ആണ് ഡീഫോൾട്ട്. അവിടെ നമ്മൾ കണ്ടീഷൻ ഒന്നും കൊടുക്കത്തില്ല. അപ്പൊ ഇങ്ങനെയാണ് സ്വിച്ച് ഉള്ളത്. അപ്പൊ 3 രീതികളിലാണ് നമുക്ക് സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് പ്രോഗ്രാമിൽ ചെയ്യാം. ഒന്നിനും പറയാം, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്ലോ ഓഫ് പ്രോഗ്രാംസ് ആണ്. സീക്വൻസിൽ ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിയൊന്നും ആവശ്യമില്ല. നിങ്ങൾ ഒരു നോർമൽ പ്രോഗ്രാമിനെ മാത്തമാറ്റിക്സ് രീതിയിൽ ഇൻപുട്ട് പ്രോസസ് ഔട്ട്പുട്ട് ചെയ്താൽ ക്ലിയർ ആവും. പക്ഷെ ചില പ്രോഗ്രാംസുകൾ ഒരു കണ്ടീഷൻ, ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് 3 രീതിക്ക് എഴുതാം ഒരു പ്രോഗ്രാം: ഈഫെൽസ്, ഈഫെൽസീഫ് ലാഡർ, സ്വിച്ച്. ഇനി നിങ്ങൾ ആലോചിക്കേണ്ട ഒരു പോയിന്റ് എന്താ വെച്ചാൽ ഇതിൽ ഏത് വേണം എന്നുള്ളതാണ്. ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലൈൻഡ്ലി ഗോ വിത്ത് ഈഫെൽസ്. മോർ ദാൻ 1 കണ്ടീഷൻ നിങ്ങളുടെ പ്രോഗ്രാമിലേക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾ ക്യാൻ ഗോ വിത്ത് ഈഫെൽസീഫ് ലാഡർ. അതല്ല, ചില ചെറിയ കേസുകൾ മതി എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്പെഷ്യൽ കേസുകൾ, ഇപ്പോൾ ഒരു യൂസർ മെനു പ്രിന്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ റൈറ്റ് എ പ്രോഗ്രാം ടു ക്രിയേറ്റ് എ യൂസർ മെനു എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഡയറക്ട്ലി യു ഗോ ഫോർ സ്വിച്ച്. ഇങ്ങനെ 3 ക്ലൂസ് ഞാൻ തന്നിട്ടുണ്ട്. അപ്പൊ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.